ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. വൈശാഖമാത്മ്യം കിളിപ്പാട്ട്, നവമാധ്യായം. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമദേവാ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ സൗരേ ദേവകീ സുതാ ജയ. പണ്ഡിതനാകും സുതദേവമാമുനിയോടു പൂർണ്ണസന്തോഷം മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. വെന്തുപോയോരു കാമനെവിടെ ജന്മം വന്നു, എന്തവൻ തന്നാൽ പിന്നെ കർത്തവ്യം മഹാമതേ. മനുജാധിപനുടെ ചോദ്യമിങ്ങനെ കേട്ടു മുനിനായകൻ താനും അരുളി ചെയ്തിടിനാൻ. 2 ജന്മങ്ങൾ പിന്നെ ദിവ്യനാം പഞ്ചബാണനുണ്ടായി, ധരണിയിൽ എത്രയും കീർത്തിയോടെ. നദിയിലൊന്നു ശുംഭനന്ദനൻ ബാഹുലേയൻ, തന്നുടെ ജന്മം വീരിച്ചിടവൻ കേട്ടാലും നീ. തന്നുടെ ഭർത്തൃദേഹം ഭസ്മമായി കണ്ടു രതി ഖിന്നത പൂണ്ടു മതിമറന്നു വീണാളല്ലോ. 2 നാഴിക നേരം ചെന്നപ്പോൾ ഉണർന്നിരുന്നുണ്ടായ ദുഃഖം ചൊൽവാനെഴുതോ ശിവശിവ. വനദേവതമാരും നടുങ്ങി രോദനം കേട്ടു. വനജേക്ഷണ പിന്നെ ചിന്തിച്ചു സന്താപേന. മരണാഗ്നിയെ കണ്ടു ഭീരുവായോടിപ്പോയ മാരമിത്രൻ വന്നു കണ്ടു സന്താപം പൂണ്ടാൻ. വല്ലഭ സഹായനോടിങ്ങനെ രതി ചൊന്നാൾ, നല്ലൊരു ചിത നിർമ്മിക്കുന്നതോ കേട്ടു ചൊന്നാൻ. നന്ദനനിന് എന്ന പോലെ ഞാനുണ്ടു, ശേഷം ചെയ്യാൻ എന്തിനോ ദുഃഖിക്കുന്നു കേനതേ ദേഹത്യാഗം. സമ്മതമതു കേട്ടിട്ടില്ലെന്നോ കണ്ട നേരം നിർമ്മിച്ചു കൊണ്ടാൻ ഒരു ചിതയും വേഗത്തോടെ. കുളിച്ചു വന്നു രതി വിധിച്ച പോലെ കർമ്മം മുടിച്ചു ചിതമധ്യേ ജ്വലിച്ചോരഗ്നി തന്നെ. വലത്തു വെച്ചു കൂപ്പി സ്തുതിച്ചോ ഭക്തിയോടെ, കുതിച്ചു ചാടിയിടുവാൻ നിനച്ചോ നിൽക്കും വിധോ. പതിച്ചിടൊല്ലാവന്നോ ത്യജിച്ചിടൊല്ല ദേഹം, മരിച്ചിടേണ്ട വൃഥ ധരിച്ചു കൊള്ളുക ബാലേ. മരിച്ച കാന്തൻ ഭൂമോ ജനിച്ചിടും കേൾ, മേലിൽ ക്ഷമിച്ചിടുക കിഞ്ചിൽ സുഖിച്ചു വാഴം ചിരം. ആകാശവാക്യമേവം കേട്ടൊരു രതിക്കുള്ളിൽ ആകാംക്ഷ മരിപ്പതിനുള്ളതോ തീർന്നുകൂടാം. തക്ഷണം ഇന്ദ്രാദികൾ ദുഃഖിത തന്നെ കണ്ടു, രക്ഷിപ്പാൻ വയും നൂനം ദുഃഖിക്ക വേണ്ട വൃഥാ. പുഷ്കരാക്ഷിയാം നീയും പുഷ്പബാണനും പൂർവ കൽപ്പേ മുന്നമേ രാജസുന്ദരൻ എന്നു നാമം. തത്പത്നി തഥാ രാജസങ്കരകാരിണീ നീ, ഇപ്പോൾ തത്പാപം പോവാൻ ചൊല്ലുവൻ പ്രായശ്ചിത്തം. വൈശാഖസ്നാനം മന്ദാകിനിയിൽ ചെന്നു ഭക്യ കേശവ മർച്ചിക്കിലോ ക്ലേശങ്ങളെല്ലാം തീരും. ആശൂന്യ ശയനമാം വ്രതവും അനുഷ്ഠിക്ക്, ദർശന മാത്രമുണ്ടായിടും കേൾ മനോഹരേ. വരവുമേവം നൽകി സുരന്മാർ പോയ ശേഷം സുരന്മാർ ചൊന്നവണ്ണം വ്രതങ്ങൾ അനുഷ്ഠിച്ചാൾ. സ്മരണം ചെയ്തു നിത്യം വസിക്കുന്നതു കാലം സ്മരണക്ഷിഗോചരനായിരു രതിക്കപ്പോൾ. സുന്ദരനായ നൃപൻ മുന്നം വൈശാഖസ്നാനം മന്നവാ ചെയ്യായികയാൽ വന്നിരിക്കാലം മൃതി. മാധവസുതൻ തന്നെ എങ്കിലും പാപഹരം, മാധവ സ്നാനം ചെയ്തിലായിൽ ആപത്തോ നൂനം. ദേവകളെന്നാകിലും ഈ വണ്ണം ഫലം, നരദേവൻ മാനുഷൻ എന്നായാൽ എന്തിനോ പറയുന്നു. കേൾക്ക നീ കഥാശേഷം. ശങ്കരൻ മറഞ്ഞപ്പോൾ ദുഃഖം ഉൾക്കൊണ്ടു ഗൗരി ഭൂമിയിൽ വീണാളല്ലോ. അദ്രിനായകൻ അത് കണ്ടുടൻ പുത്രി തന്നെ വിധൃതം കൂട്ടിക്കൊണ്ടു മന്ദിരം പുക്കിരുന്നാൻ. മന്ദഭാഗ്യയായുള്ള ഞാനിനി വൈകിടാതെ ചന്ദ്രശേഖരൻ തന്നെ നിശ്ചല ധ്യാനം ചെയ്തു നന്നായി തപസ്സു ചെയ്തിടേണമെന്നുറച്ചു. കന്യക ഗുരുഭൂതന്മാരെയും ബോധിപ്പിച്ചു. സാധനം ഭക്തിപൂർവം തപസ്സു തുടങ്ങിനാൾ. ചേതസി മന്ദം മന്ദം വർദ്ധിച്ചു തപോബലം. ദിവ്യവത്സര സഹസ്രാന്തേ കാരുണ്യമൂർത്തി സർവജ്ഞൻ പ്രത്യക്ഷനായി നിന്നരുൾ ചെയ്താനേവം. സന്തോഷം പൂണ്ടേനഹം നിൻ തപോ മഹിമ കണ്ട്, എന്തൊന്നു വേണ്ടു വരം വരിച്ചു കൊള്ളുക ബാലേ. ബന്ധുകാധരി ഗൗരി വന്ദിച്ചു ചൊന്നാൾ, എങ്കിൽ നിൻ തിരുവടി മമ ഭർത്താവാകണമെന്നാൾ. മല്ലബാണാരി മന്ദം പുഞ്ചിരി തൂകിച്ചെമ്മേ പൂന്തേൻ വാണിക്കു വരം കൊടുത്തു ദേവൻ പിന്നെ. സപ്തമാമുനിമാരെ ചിന്തിച്ചു മഹാദേവൻ,
ക്ഷിപ്രം വന്നവർ അടി കൂപ്പി നിന്നോരനന്തരം മുപ്പുര വൈരി മുനീന്ദ്രന്മാരോടരുൾ ചെയ്തു, ചൊൽപ്പങ്ങം ഹിമവാനെ കണ്ടു ചൊല്ലേണം നിങ്ങൾ. തൻ പുത്രി തന്നെ മമ നൽകേണമെന്നു ചൊൽവിൻ. ഇപ്പോൾ നിങ്ങളെ വിചാരിപ്പതിനധി ഇതുമൂലം. അരുൾ ചെയ്തതോ കേട്ടു നടന്നു മുനീന്ദ്രന്മാർ. ഗിരിനായകപുരം പ്രാപിച്ചു പൂർണ്ണമോദം. തരസാ മുനീശ്വരന്മാരെ പൂജിച്ചു ഭക്ത്യാ. ഗിരിനായകനേവ മുണർത്തിച്ചരുളിനാൻ. ധന്യനായി വന്നേൻ, കൃതകൃത്യനായി വന്നേനഹം. ധന്യന്മാരായ നിങ്ങൾ മൽപുരം പ്രാപിക്കയാൽ നിർമ്മലന്മാരായുള്ള നിങ്ങളെ കാൺക മൂലം ജന്മസാഫല്യമേ വന്നിതോ ഭാഗ്യം ഭാഗ്യം. നിത്യപൂർണാർത്ഥ കൃത്യാത്മാക്കളം നിങ്ങൾ കോത്താൽ കർത്തവ്യം മയാകിം എന്നരുളി ചെയ്തിടണം. ഭക്തിലക്ഷണ ഭാഷിതം കേട്ട നേരം എത്രയും പ്രസാദിച്ചു ചൊല്ലിനാർ മുനീന്ദ്രന്മാർ. ഞങ്ങൾ വന്നതിൻ മൂലം കേട്ടാലോമെങ്കിൽ ഭവാൻ മംഗളം തേടുന്നോരോ കന്യകാരത്നം തവ ഗംഗാചൂടനോ ദാനം ചെയ്യണമെന്നും ചൊൽവാൻ തിങ്ങിന മോദാൽമയം വന്നതെന്നറിഞ്ഞാലും. ആത്മജ ആജന്മകൃത സുഹൃതൗഘം സൽഫലം ഗിരിരാജഭക്വതാധുനാ ഭവിച്ചു ധരിക്കതേ. നന്മൊഴി കേട്ടു സന്തോഷാംബുരി തന്നിൽ കുളിച്ചമ്മുനിമാരോടുണർത്തിച്ചിതു ഗിരിനാഥൻ. വൽക്കല ജടാധികൾ ധരിച്ചു ജടാധരം ചിൽഘനം പ്രതി നിരാഹാരനായി ഗംഗാതടേ ഉഗ്രമം തപസ്സു ചെയ്യുന്ന മൽക്കന്യാകാന്തൻ. ഉഗ്രസ്വാമിക്കു പുരാ മനസാ തന്നേനഹം. വിധുശേഖരനോട് ഈ വാർത്തയെ ഉണർത്തിച്ചു, വിധിപൂർവകം കർമ്മമഖിലം ചെയ്യിക്കേണം. ഇങ്ങനെ ചൊല്ലി നമസ്കരിച്ച ഗിരീശ്വരൻ അങ്ങിനെ എന്നു ചൊല്ലി മറഞ്ഞു മുനീന്ദ്രന്മാർ. കല്യാണോത്സവാരംഭം തുടങ്ങി മഹാഗിരോ. എല്ലാ ലോകവും ഒന്നു തെളിഞ്ഞു ജനങ്ങളും. ശംഭുതൻ ധ്യാനത്തിനാൽ അറിഞ്ഞു ദിവ്യജനം. സംഭ്രമ കൗതൂഹലം കൈക്കൊണ്ടു നടകൊണ്ടാർ. ഇന്ദ്രൻ മുമ്പായുള്ള സുന്ദരി വൃന്ദത്തോടും പന്നകശായി വിഷ്ണു ഭക്തസഞ്ചയത്തോടും പക്ഷിപുങ്കവ ഗളാരൂഢനായി ലക്ഷ്മീപതി തക്ഷണം കൈലാസത്തെ പ്രാപിച്ചോരനന്തരം സനകാദികളോടും മുനിമണ്ഡലത്തോടും കനകോജ്വല ഹംസാരൂഢനായി വന്നു ബ്രാഹ്മൻ. ചൊൽക്കൊണ്ട ഭൂതപ്രേത പിശാചാദികളോടും ദിക്പാലകരോടും നിഖിലാമരവൃന്ദത്തോടും വെള്ളി മാമല തന്നിൽ നിന്നുടൻ പുറപ്പെട്ടു വെള്ളെരുതേന്മേലേറി കൊണ്ടു ലോകൈകനാഥൻ. ബേരീദുന്ദുഭി പടഹാദികൾ കൊണ്ടു ലോകം പാരമായി മുഴങ്ങിച്ചു നടന്നു മന്ദം മന്ദം. വെൺകൊറ്റക്കുടതഴ ചാമരാദികൾ കൊണ്ടും സംഖ്യയില്ലാതെ മഹാപ്രഭാവജാലത്തോടും തുഹിനാചലേ ചെന്ന നേരം അങ്ങെതിരേറ്റു തുഹിനഗിരി തൻ്റെ മന്ദിരം പ്രാപിപ്പിച്ചു. ശുഭദൃഷ്ടി കൊണ്ടേറ്റം ശോഭിച്ചു നന്മുഹൂർത്തേ ശുഭതന്മാരായുള്ളോരീശ്വരന്മാരൊന്നിച്ചു സകല കർമ്മങ്ങളും വിധിപൂർവകം ചെയ്തു സകലേശ്വരൻ ശംഭു പാർവതി തന്നെ വേട്ടു. ശംഖനാദങ്ങൾ കൊണ്ടു ആശീർവാദങ്ങൾ കൊണ്ടും വൻകടൽ നാദം ചേരും വാദ്യഘോഷങ്ങൾ കൊണ്ടും ശങ്കര ഗൗരീജയെ തുച്ഛത്തിൽ പുകഴ്ത്തുന്ന സംഖ്യയില്ലാത്ത ശബ്ദാൽ മുഴങ്ങി വിശ്വമെല്ലാം. സർവാദിമൂർത്തികൾക്കും അങ്കനാവൃന്ദത്തിനും കേവലാനന്ദമുണ്ടായി സകല പ്രാണികൾക്കും. സുഖമോടനേകം നാളവിടെ തന്നെ വാണു സ്വഗൃഹം പുക്കാർ പിന്നെ സർവദേവാദീജനം. മഹിമ പെരുകുന്ന ഹിമവാനുടെ ഗേഹേ മഹനീയാങ്കിയായ മഹിഷിയോടും കൂടി അഹി സംഹരി പരിഭൂഷണൻ മഹാദേവൻ ബഹുഭോഗേന ബഹുവത്സരം തത്ര വാണാൻ. വാഹിനീ തീരം തോറും വനരാജികൾ തോറും മോഹമാർന്നും ഉമ തന്നെ സഹസാ രമിപ്പിച്ചു. സഹസ്രവർഷമേവം കഴിഞ്ഞോരനന്തരം സഹസ്രാക്ഷാദി ജനം ചിന്തിച്ചാരേവമപ്പോൾ. പാർവതി ശങ്കരന്മാർ ഒന്നിച്ചായിരത്താണ്ടു കേവലം രമിച്ചിട്ടും നന്ദനുണ്ടായില്ല. ഗർഭഭോജനെ ബീജം ഫലിച്ചാൽ പിന്നെ യഥാ
അർഭകൻ പിറപ്പോളം സുരതമറുതല്ലോ എന്നതോ ചിന്തിയാതെ ക്രീഡിച്ചാതൽ ബീജവും ഭിന്നമായി ശ്രവിച്ചിടുമെന്നതൂ നൂനമല്ലോ. ഗൗരീനാഥന്മാർക്കുള്ളിൽ അലംഭാവം അതു കാരണമിപ്പോൾ പുത്രൻ ജനിച്ചിടാഞ്ഞു സഖേ. ഇന്ദു നാം ഇനി ചെയ്തിടേണ്ടതെന്തോ നോർത്തു പിന്നെ ഹന്ത കേളുപദേശം അഗ്നിയോടോ ഏവം ചൊന്നാൻ. മുഗ്ധേന്ദോധരൻ അഗ്നി സുരതാന്തരേ ചെന്നു ഭക്തി സംയുക്തം നമസ്കരിച്ചു വിനീതനായി. തത്വോപദേശം ചെയ്തിടേണം എന്നപേക്ഷിക്ക മൃത്യുശാസനപ്പോൾ പ്രീതനായരുൾ ചെയ്യും. ദുശ്ചോദ്യങ്ങളെ കൊണ്ടു കാലതാമസമേറ്റം നിശ്ചലമുണ്ടാക്കുവാനാവോളം ശ്രമിക്കേണം. തങ്ങളും ശേഷം യഥാ പിന്നെയും ഉപായങ്ങൾ മംഗലം വരുവാനായി പ്രയത്നം ചെയ്യുന്നുണ്ട്. കാലമൊട്ടേവം ചെന്നാൽ ബാലകൻ പിറന്നേടും. മേലവൻ വൈരിക്കെന്നാൽ കാലധർമ്മത്തെ നൽകും. ആശു നീ കാര്യമെല്ലാം സാധിച്ചു വരികെന്നു ആശയും ചൊല്ലി സുരരയച്ചു വന്നീദേവനെ. മൃഡപാർവതി സുരതാന്തരമിപ്പോഴെന്നോർത്തുടനെ ശയ്യാഗൃഹം ബുക്കിതു വന്യദേവൻ. അഗ്നിയെ കണ്ടു ഗൗരി ലജ്ജ പൂണ്ടോടിയിടിനാൾ. നഗ്നനാമീശൻ കോപിച്ചിങ്ങനെ ചൊല്ലിയിടിനാൻ. കാലദേശാവസ്ഥകളോരാതെ വന്നാൻ ഭവാൻ. കാലമേ മദ് രേതസ്സടങ്ങിടാനീയോർക്കാവക്രേ എന്നുര ചെയ്തവാറേ വന്നി വക്രാന്തേ വീണു. ചെന്നുടൻ ഉദരത്തിൽ വസിച്ചു ശംഭുബീജം. ഉഷ്ണേ വേദന സഹിച്ചിടരുതാഞ്ഞു പാഞ്ഞു. ജിഷ്ണു സന്നിധോ ചെന്നു സർവദുഃഖങ്ങൾ ചൊന്നാൻ. ഉണ്ടായ വൃത്താന്തങ്ങൾ കേട്ടു ദേവന്മാർക്കുള്ളിൽ ഉണ്ടായി ഖേദം പിന്നെ മോദവുമേവം തന്നെ. ചൂടുകൊണ്ടെല്ലാരെയും പീഡിപ്പിച്ചിടുന്നവൻ ഈടഴും ചൂടുകൊണ്ടു തേടിനാൻ ആടലേറ്റം. നാൾതോറും വളർന്നിതു ഗർഭവും അതുപോലെ. വീര്യഹോത്രന്റെ പരിശോധനമെത്ര കഷ്ടം. സഹിച്ചു കൂടാ എന്നു നിനച്ചു ദേവവൃന്ദം. ഗമിച്ചു ഗംഗാതടം പ്രാപിച്ചു ഭക്തിപൂർവം. സ്തുതിച്ച നേരം ഗംഗാദേവിയും പ്രസാദിച്ചു. നിനച്ച വണ്ണം രൂപം ധരിച്ചു നിന്നു കണ്ടു. കാര്യമെന്തെന്നു ചോദിച്ചിടിന ദേവിയോടു. ഭാരമുള്ളഴലെല്ലാം ഇങ്ങനെ ഉണർത്തിച്ചാർ. ശങ്കര തേജസ് അഗ്നി ജഡരേയകപ്പെട്ടു. സങ്കടമുഷ്ണം കൊണ്ടു പ്രസവമേവമെന്നും. അന്ധരാം ഞങ്ങൾക്കിതു സഹിച്ചുകൂടാ ദേവി. നിൻ തിരുവടി തന്നെ ധരിച്ചു കൊള്ളുകയുള്ളൂ. ഗർഭമോചനമായ മന്ത്രത്തെ കൊണ്ടു നിങ്ങൾ അർഭകൻ തന്നെ പുറത്താക്കുവിൻ ധരിപ്പൻ ഞാൻ. ഗുരുവോടതിനുള്ള മന്ത്രത്തെ ഗ്രഹിക്കെന്നും അരുളി ചെയ്തു ഗംഗാദേവിയും മറഞ്ഞിതു. അങ്കജവൈരിയുടെ ബീജപിണ്ഡത്തെ പിന്നെ ഗംഗയിലാക്കിക്കൊണ്ടാർ തരസാ മന്ത്രശക്തിയ. സഹിച്ചുകൂടാതെയായി ഗംഗാദേവിക്കും പിന്നെ തിളച്ചു കുറുകുന്നു ജലവും അതുകാലം. ചൂടേറ്റം സഹിയാഞ്ഞു ജാഹ്നവീ ദേവി വേഗാലാടലോടടുത്ത് എടുത്തെറിഞ്ഞിടിനാൾ ശരകാണ്ടേ. വീണപ്പോൾ 6 ഖണ്ഡമായിതു ബീജപിണ്ഡം. പ്രാണസംയുക്ത തത്ര കിടക്കും ദശാന്തരേ. കൃത്തികാകുമാരാം അവർ 6 പേരൊത്തു ഖണ്ഡം ചേർത്തപ്പോൾ 6 മുഖനാകിയ ബാലനായി. പാർവതി ഈശന്മാരതിന്മീതെ സഞ്ചരിക്കുമ്പോൾ പാർവതി കുചസ്ഥിത ക്ഷീരം ശ്രവിച്ചിതു. കണ്ടു മാദേവി നാഥനോടുണർത്തിച്ചാളിതും. കാന്തോ മമ മുലപ്പാൽ ചുരന്നതു ചിത്രം. വിസ്മയമതു കണ്ടു സസ്മിതമരുൾ ചെയ്തു. തൊൽസുതൻ അനാഥനായി കിടക്കുന്നുണ്ട് ബാലേ. മോദത്തോടത്യത്ഭുതം കൈക്കൊണ്ടു ഗൗരിയപ്പോൾ ചോദിച്ചു നമുക്കെന്നോ പുത്രനുണ്ടായി നാഥ. നാമുമേ ഭോഗേ ധനഞ്ജയമാലോക്യ പുരാ. സവ്രീളയായി സ്വാത്മൈഹേ തഥാ ബാലേ. അനലാനന പത്മേ മദ്വേദസ്സയച്ചപ്പോൾ അയച്ചേ ഞാൻ. കനൽ തോറ്റിടും ബീജം സഹിയാഞ്ഞവൻ പിന്നെ ഗംഗയിലാക്കി യഥാ സഹിയാഞ്ഞവളത്ര മംഗലേ. സ്വരകാണ്ഡേ വീണിതു ബീജപിണ്ഡം.
ഓടപാത്രത്താലാറു നുറുങ്ങി വീണിതല്ലോ, പാടവമെന്തോ ചൊൽവോ പറഞ്ഞാലൊടുങ്ങിയിടാം. പേടമാൻ വിഴിമാരം കാർത്തികമാരോടപ്പോൾ കേടുവന്നിടായ്വതിൻ അമ്പുജോത്ഭവൻ ചൊന്നാൻ. ഓടക്കാടതിലാറു ബീജഖണ്ഡങ്ങളുണ്ട്, ഓടിച്ചെന്നെടുത്തതോ യോജിപ്പിക്കണം നിങ്ങൾ. ബാലനായിടും അവൻ കാലം കൊണ്ടത് പിന്നെ, പാലിപ്പാനുള്ള ജനം തത്ര വന്നിടുമല്ലോ. ഈ വണ്ണമൊരു പുത്രൻ നമുക്കുണ്ടായതിപ്പോൾ, ദേവി നാം ഇനി വേഗം പോകുന്നോ മുതിർന്നിതോ. ഷൺമുഖനായ ബാലൻ തന്നെ ചെന്നെടുത്തുടൻ, തന്മുലപ്പാലു കൊടുത്തേറ്റവും ആനന്ദിച്ചു. കൈലാസേ ചെന്നു ബാലലാളനാദികൾ കൊണ്ടു, പ്രാലേയ ജലമകൾ ബാലലോചനോടും ലീലകളോടും രമിച്ചിരുന്നു യഥാസുഖം. ചൊല്ലേറും കുമാരന്റെ ഉത്ഭവം കേട്ടാൽ നല്ല പുത്രന്മാരുണ്ടാം, യശസ്സേറ്റവും വർദ്ധിച്ചിടും. വൈശാഖ കർമ്മം പുരാ ഭൂപതേ ചെയ്യായകയാൽ, ഈശ നന്ദനനേവം ദുഃഖങ്ങളുണ്ടായി വന്നു. വിധവയായ രതീദേവി വൈശാഖ കർമ്മം വിധിപൂർവകം ചെയ്തു ഭർത്താരം സിദ്ധിച്ചതും. 9-ാം അധ്യായമേവം ചൊല്ലിനേൻ നൃപോത്തമ, ഇമ്പമോടിനി എന്തോ കേൾപ്പതിനാശാസഖേ. ഇതി വൈശാഖമഹാത്മ്യേ 9-മോऽധ്യായഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ സൗരേ ദേവകീസുതാ ജയ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമോ നമഃ.